നമസ്കാരം. E20 പെട്രോൾ നമ്മളിപ്പോൾ സജീവമായിട്ട് വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു ടേമാണ് E20 പെട്രോൾ. നമ്മളതിനെക്കുറിച്ച് സിമ്പിളായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാം. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതാണ്. എന്നാൽ കൂടിയും E20 പെട്രോൾ എന്ന് പറയുന്നത് എഥനോൾ കലർത്തിയ പെട്രോളാണ്. 20% എഥനോൾ കലർത്തിയ പെട്രോളിനാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് കിട്ടുന്ന പെട്രോളൊക്കെ 100% പ്യുവർ പെട്രോളാണ് എന്നുള്ളത്? അല്ല. നമ്മളിപ്പോൾ ഒരു അൺലീഡ് പെട്രോൾ എന്ന് പറയുന്ന ടാഗ് ലൈനിലുള്ള പെട്രോളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ടായിരിക്കും. അതിനകത്തൊക്കെ 2010-11 കാലഘട്ടം മുതൽ തന്നെ എഥനോൾ കലർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5% മുതൽ ഏകദേശം 11% വരെ എഥനോൾ കലർത്തിയ പെട്രോളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്യുവർ പെട്രോൾ എന്നുള്ള ധാരണയിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് E20 പെട്രോൾ എന്ന് പറയുന്നത് 20%, അതായത് പെട്രോളിനകത്ത് 20% എഥനോൾ കലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പം വ്യാപകമായിട്ടുള്ള ഇതിനൊരു ചർച്ച വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് വ്യാപകമായിട്ട് വാഹനങ്ങൾക്ക് സ്റ്റാർട്ടിങ് ട്രബിളും ഹെവി ആയിട്ട് മൈലേജ് ഡ്രോപ്പ് അത് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഈ സ്കൂട്ടർ ഇപ്പം 2014-15 മോഡൽ സ്കൂട്ടറൊക്കെ, അതായത് BS4 കാറ്റഗറിയിൽ വരുന്ന സ്കൂട്ടറുകൾക്കൊക്കെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ്, ബൈക്കിനുൾപ്പെടെ കാര്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആളുകൾ ഒരു ധാരണയിലേക്ക് വരുന്നത്. 2023 ഏപ്രിലിന് ശേഷമുള്ള വാഹനങ്ങളാണ് E20 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് നമുക്ക് പറയാം. അത് മെക്കാനിക്കലി ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ എഞ്ചിൻ E20 കോമ്പാക്റ്റബിൾ ആണ്. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്യുവർ പെട്രോൾ അല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്യുവർ പെട്രോൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ RON റിസർച്ച് ഒക്ടേൻ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ സംസാരിക്കുന്നത്. ഇപ്പം XP95 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 95 അതിൻ്റെ റോൺ നമ്പർ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഫ്യൂലിൻ്റെ റെസിസ്റ്റൻസ് നോക്കിങ്ങിനെ മെഷർ ചെയ്യുന്നൊരു നമ്പറാണ്. അതാണ് റോൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നല്ല പെട്രോൾ അല്ലെങ്കിൽ പ്യുവർ പെട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ പെട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്ന പെട്രോളൊക്കെ 91 റോണാണ്. കാര്യങ്ങൾ ഇത്തരത്തിലല്ല പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അങ്ങോട്ട് E27 ആക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള വാഹനങ്ങളൊക്കെ E20 ആണ്. അപ്പോൾ E20 വാഹനങ്ങൾ വാങ്ങിച്ചാൽ E27 വരുമ്പോൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇത്തരത്തിൽ എഥനോൾ കലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുണ്ട് എഥനോളിന്. അതായത് വായിലുള്ള ഈർപ്പത്തെ വലിച്ചെടുത്തിട്ട് അത് പെട്രോളിലേക്ക് കലർന്നു വരും. പിന്നീട് ഒരു ഫേസ് സെപ്പറേഷൻ വരും. അതായത് പെട്രോൾ ടാങ്കിൽ വെള്ളത്തിൻ്റെ അംശം വരും, ജലത്തിൻ്റെ അംശം വരും. ഇത് യഥാർത്ഥത്തിൽ വാഹനത്തിന് കാര്യമായിട്ടുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കും. ഇനി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ E20 പെട്രോൾ വിൽപ്പനയ്ക്ക് വരാൻ പാടില്ല. കാരണം പല മാനുഫാക്ചേഴ്സും അവർ വാറണ്ടി നിഷേധിക്കുന്നുണ്ട്. ടൊയോട്ടയൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, E20 പെട്രോൾ അല്ലെങ്കിൽ E20 പെട്രോൾ ഉപയോഗിച്ചിട്ടുള്ള കംപ്ലയിൻസിന് അവർ വാറണ്ടി നൽകില്ല എന്നുള്ളത്. അതായത് 2023 ഏപ്രിലിന് ശേഷം മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ മാത്രമാണ് E20 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത്. അതിന് മുമ്പുള്ള വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വാറണ്ടിയിൽ അത് കവർ ചെയ്യില്ല എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊതു താല്പര്യപ്രകാരം ഒരു ഹർജി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ എതിരെ വാദിച്ചത്, ഇത്തരത്തിൽ E20 പെട്രോൾ ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. വാദിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കരിമ്പ് കർഷകരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ലോബി ആയിട്ട് വന്നൊരു ഹർജി എന്നുള്ള രീതിക്കാണ് ഇതിനെ സുപ്രീം കോടതിയിൽ വാദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ E20 പെട്രോൾ വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കണം. E20 വേണ്ടവർ അതടിച്ചോളൂ. 20% എത്തനോൾ അല്ലേ, അപ്പോൾ അതനുസരിച്ച് പെട്രോളിൻ്റെ വില കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാദഗതിയിൽ. പക്ഷേ അതെല്ലാം സുപ്രീം കോടതി നിരാകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്രസീലിലൊക്കെ ഇത്തരത്തിൽ E20, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ബ്രസീലിൽ പണ്ട് മുതലേ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 0% ആയിട്ടുള്ള എത്തനോൾ കലർന്നിട്ടുള്ള പ്യുവർ പെട്രോൾ ഉണ്ടായിരുന്നു. E20 ഉണ്ട്, E30 വരെയുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾക്ക് അതനുസരിച്ചിട്ട് അത്തരത്തിലുള്ള പെട്രോൾ അടിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം 2007 മോഡൽ സാൻഡ്രയാണ്. ആ ഒരു വാഹനം ഞാൻ പെട്രോൾ പമ്പിൽ ചെന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, ഇത് E20 ആണോ അല്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം 1-2 തവണ ഡിസ്പെൻസറിൽ നിന്നും E20 പെട്രോൾ എൻ്റെ വാഹനത്തിലേക്ക് അടിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു E20 ആണെങ്കിൽ അടിക്കരുത്, നോർമൽ പെട്രോൾ ആണെന്ന് പറഞ്ഞ് ഞാൻ അടിക്കുന്ന പെട്രോളിലും 11-13% എഥനോൾ ഉണ്ടെന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ അടിക്കുന്നത്. കാരണം എൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റബ്ബർ പാർട്സുകൾ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്
എനിക്ക് കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ E20 ഏതാണ്, നോർമൽ പെട്രോൾ ഏതാണ്, നോർമൽ എന്ന് പറയുന്നത് 10% എഥനോൾ കലർത്തിയ പെട്രോൾ ഏതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം E27 പെട്രോൾ കൊണ്ടുവരും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാഹനം എടുക്കാൻ പോകുന്ന ആളുകളുടെ ഉള്ളിൽ എപ്പോഴും ആദ്യമാണ് ഞാൻ എടുക്കുന്ന വാഹനം E20 ആണ്, ഇനി അങ്ങോട്ട് E27 പെട്രോൾ അവൈലബിൾ ആയി കഴിഞ്ഞാൽ, അത് മാത്രം അവൈലബിൾ ആയി തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വലിയ രീതിയിലുള്ളൊരു ചർച്ച ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ മാത്രമാണ് ഷെയർ ചെയ്തത്. ഇത്തരത്തിൽ പൊതു താല്പര്യ ഹർജി പോയിട്ടുണ്ടായിരുന്നു, അതിനെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകളെല്ലാം ഇലക്ട്രിക്കിലേക്ക് മാറും. കാരണം വലിയ തലവേദന ഒന്നുമില്ലല്ലോ. ഇലക്ട്രിക് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് വാഹനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഇലക്ട്രിക് മേടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സോളാറും ചെയ്യും. അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അവസാനം പരിധി കഴിഞ്ഞ് ഇലക്ട്രിക് കാറുകളുടെ എഫിഷ്യൻസി കുറയുമ്പോഴത്തേക്കും റീസെയിൽ വാല്യൂ പോലും ഇല്ലാതെ ആ വാഹനം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വാഹനത്തിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.